കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സംഭവം നടന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എടക്കാപ്പറമ്പ് എന്ന സ്ഥലത്താണ്. സംഭവം എന്തെന്ന് വെച്ചാൽ, എടക്കാപ്പറമ്പ് പാലസ് ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങ് നടന്നിരുന്നു. മീൻ കച്ചവടക്കാരനായ മുഹമ്മദ് കയുടെ മകളുടെ വിവാഹമായിരുന്നു അത്. മലബാർ മേഖലയിൽ സാധാരണയായി വിവാഹ ചടങ്ങിന് കുടുംബക്കാരും നാട്ടുകാരും ചേർന്ന് സാമ്പത്തിക സഹായങ്ങൾ നൽകാറുണ്ട്. അതുപോലെ മുഹമ്മദ് കയുടെ മകളുടെയും വിവാഹത്തിന് സാമ്പത്തിക സഹായങ്ങൾ നൽകി. കല്യാണ തിരക്കുകളെല്ലാം കഴിഞ്ഞു, അതിഥികളെല്ലാം ഒഴിഞ്ഞു പോയപ്പോൾ ആ പെട്ടി തുറന്ന് പൈസ എണ്ണാൻ നോക്കിയപ്പോൾ അതിൽ ഒരു കവറ് അഡ്രസ്സില്ലാത്തതുകൊണ്ട് ഇത് ആരാണെന്ന് നൽകിയതെന്നോ എവിടെ നിന്ന് തന്നതാണെന്നോ ഒരു വിവരവും ഇല്ല. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ അവർ ആ കവർ പൊട്ടിച്ചു. തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു 500 രൂപയുമുണ്ട്, ഒരു കുറിപ്പുമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ മീൻ വാങ്ങിച്ചിരുന്നു. ഉപ്പ പൈസ തരുമായിരുന്നു. ഞാൻ അവിടെ പൈസ തരാറില്ല. അന്ന് 50 രൂപയുടെ മീൻ വാങ്ങിച്ചിട്ടുണ്ടാവണം. പൊരുത്തപ്പെട്ട് തരണം എന്നായിരുന്നു ആ കുറിപ്പിൽ. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ ഒരുപാട് മനുഷ്യരെ കാണാറുണ്ട്. ചിലർ നമ്മൾ പെട്ടെന്ന് മറക്കും, എന്നാൽ ചിലർ നമ്മുടെ മനസ്സിൽ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ച് കടന്നുപോകും. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ അത് എത്ര ചെറുതാണെങ്കിലും ചിലരുടെയെങ്കിലും മനസാക്ഷിയെ അത് വർഷങ്ങളോളം വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ തെറ്റ് തിരുത്താൻ, ആ കടം വീട്ടാൻ അവർ കാത്തിരിക്കും, ഒരുപക്ഷെ വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാകെ ഒരു സംഭവം വലിയ രീതിയിൽ വൈറലായി മാറി. കേട്ടാൽ കണ്ണു നിറഞ്ഞു പോകുന്ന, അതേസമയം തന്നെ മനസ്സ് നിറച്ച ഒരു അപൂർവമായ ഒരു സംഭവമായിരുന്നു അത്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എടക്കാപ്പറമ്പിൽ നിന്നാണ് ഈ മനോഹരമായ വാർത്ത പുറത്തു വന്നത്. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു തെറ്റ് കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞ് ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം അത് തിരുത്തി ഒരു വലിയ ഭാരമിറക്കി വെച്ച ഒരു മനുഷ്യന്റെ ഒരു കുറിപ്പായിരുന്നു അത്. ഒരുപക്ഷെ ആ മനുഷ്യൻ ഇന്ന് രാത്രിയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം മനസ്സമാധാനത്തോടെ ഒന്നുറങ്ങിയിട്ടുണ്ടാവുക. എന്താണ് ആ സംഭവം എന്ന് പറയാം. ഇത് നടക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം കൊണ്ടോട്ടി എടക്കാപ്പറമ്പിലുള്ള പാലസ് ഓഡിറ്റോറിയത്തിലാണ്. അവിടെ ഒരു വിവാഹം നടക്കുകയാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, മീൻ കച്ചവടം നടത്തി ജീവിക്കുന്ന മുഹമ്മദ് കയുടെ മകളുടെ കല്യാണമായിരുന്നു അത്. മകളുടെ വിവാഹം ഭംഗിയായി നടന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ ആ കല്യാണത്തിൽ പങ്കെടുത്തു. കല്യാണത്തിനെത്തുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വധൂവരന്മാരുടെ കുടുംബത്തിന് സ്നേഹപൂർവ്വം നൽകുന്ന സാമ്പത്തിക സഹായമായ ഒരു ഇടപാട് ഇന്നും മലബാറിലെ വിവാഹ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. വിവാഹത്തിന് വലിയ സാമ്പത്തിക ചിലവുകൾ വരുമ്പോൾ ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ വേണ്ടി നാട്ടുകാരും പ്രിയപ്പെട്ടവരും നൽകുന്ന ഒരു ചെറിയൊരു തുകയാണത്. അതൊരു കവറിലാക്കി വധുവിന്റെ പിതാവിന്റെ കൈകളിലോ അല്ലെങ്കിൽ അതിനായി വെച്ചിരിക്കുന്ന പെട്ടിയിലോ ഒക്കെ നിക്ഷേപിക്കുകയാണ് പതിവ്. ഇന്നും മലബാറിന്റെ വിവാഹ സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമാണത്. അതുപോലെ മുഹമ്മദ് കയുടെ മകളുടെ കല്യാണവും ഭംഗിയായി കഴിഞ്ഞു. അതിഥികളൊക്കെ യാത്രയായി. കല്യാണത്തിന്റെ ആഘോഷങ്ങളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ആ പെട്ടിയിലുള്ള പൈസ എണ്ണുന്നതിനിടെ അഡ്രസ് ഇല്ലാത്തൊരു കവറ് മുഹമ്മദ് കയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. മറ്റു കവറുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ആ കവർ. കാരണം അതിൽ പേരോ മേൽവിലാസമോ ഒന്നും തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആരാണ് ആ കവർ അതിനകത്ത് നിക്ഷേപിച്ചത് എന്നതിനെ കുറിച്ച് ചെറിയൊരു സൂചന പോലും പുറത്തുണ്ടായിരുന്നില്ല. അത്ഭുതത്തോടെ മുഹമ്മദ് ക ആ കവർ തുറന്നു. അതിനുള്ളിൽ ഒരു 500 രൂപയുടെ നോട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ഒരു ചെറിയ കടലാസ് കഷ്ണവും. ആ കടലാസ് കഷ്ണത്തിൽ എഴുതിയ വരികൾ വായിച്ച മുഹമ്മദ് കയുടെയും കുടുംബത്തിന്റെയും കണ്ണു നിറഞ്ഞുപോയി. ആ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് മീൻ വാങ്ങിയിരുന്നു. ഉപ്പ പൈസ തന്നിരുന്നു. ഞാൻ അവിടെ തരില്ലായിരുന്നു. അന്നത്തെ കാലത്ത് 50 രൂപയുടെ മീൻ വാങ്ങിയിട്ടുണ്ടായിരിക്കാം. പൊരുത്തപ്പെട്ടു തരണം. നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് കയുടെ അടുത്തു നിന്നും മീൻ വാങ്ങിയിട്ട് പണം കൊടുക്കാതെ പോയ ഒരു വ്യക്തി അദ്ദേഹം ആരാണെന്ന് പോലും മുഹമ്മദ് കയ്ക്ക് അറിയില്ല. എത്ര വർഷം മുമ്പാണ് ഇത് നടന്നത് എന്ന് മുഹമ്മദ് കയ്ക്ക് ഓർമ്മയില്ല. കാരണം ഒരു മീൻ കച്ചവടക്കാരന്റെ അടുത്ത് നിന്ന് ഒരുപാട് പേർ മീനൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ആ മീൻ വാങ്ങിയ മനുഷ്യന്റെ ഉള്ളിൽ ആ കടം വലിയൊരു ഭാരമായി കിടക്കുകയായിരുന്നു. താൻ അന്ന് പണം നൽകാതെ പോയത് ഒരു തെറ്റാണെന്ന ബോധം അയാളെ വർഷങ്ങളോളം വേട്ടയാടിക്കൊണ്ടിരുന്നു. മീൻ വിറ്റ് ജീവിക്കുന്ന ഒരു പാവ മനുഷ്യന്റെ അധ്വാനത്തിന്റെ വിലയാണ് താൻ കൊടുക്കാതിരുന്നത് എന്ന ആ കുറ്റബോധം അയാളുടെ മനസ്സിൽ എവിടെയോ കിടന്നേറി. വർഷങ്ങൾ കടന്നുപോയിട്ടും കാലം ഒരുപാട് മാറിയിട്ടും അയാളുടെ മനസാക്ഷി ആ കടം മറന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ആ പഴയ മീൻ കച്ചവടക്കാരനായ മുഹമ്മദ് കയുടെ മകളുടെ വിവാഹമാണ് എന്നറിഞ്ഞപ്പോൾ ആ അജ്ഞാതനായ മനുഷ്യൻ അത് തന്റെ കടം വീട്ടാനുള്ള വലിയൊരു അവസരമായി കണ്ടു.
താൻ അന്ന് കൊടുക്കാതിരുന്ന ആ തുക എത്ര ചെറുതാണെങ്കിലും ഇന്ന് അതിന് പകരമായി ഒരു 500 രൂപയുടെ നോട്ടും തന്റെ തെറ്റേറ്റ് പറഞ്ഞ് പൊരുത്തപ്പെട്ട് തരണമെന്ന അപേക്ഷയുമോടെയുള്ള ഒരു കുറിപ്പും ആ കല്യാണ കവറിൽ വെച്ച് അയാൾ മുഹമ്മദിക്കയുടെ കയ്യിലെത്തിച്ചു. ആരായിരുന്നു ആ വ്യക്തിയെന്നോ അയാൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നോ ഇപ്പോൾ മുഹമ്മദിക്കോ നാട്ടുകാർക്കോ അറിയില്ല. കാരണം ആ കവറിൽ അഡ്രസ് ഇല്ലായിരുന്നു. താൻ ആരാണെന്ന് അറിയണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. തന്റെ പേര് നാലാൾ അറിയാനല്ല അയാൾ അത് ചെയ്തത്, മറിച്ച് തന്റെ മനസ്സാക്ഷിയോട് അയാൾക്ക് നീതി പുലർത്തണമായിരുന്നു. ദൈവത്തിന്റെ മുന്നിൽ താനൊരു കടക്കാരനായി നിൽക്കരുത് എന്ന് അയാൾ ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടാണ് രഹസ്യമായി ആ കവർ അവിടെ ഏൽപ്പിച്ച് അയാൾ മടങ്ങിയത്. എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കാൻ, മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് പണ്ട് എപ്പോഴോ മീൻ വാങ്ങിയ വകയിൽ ആ കൊടുക്കാനുള്ള ചെറിയൊരു തുക വർഷങ്ങൾക്ക് ശേഷം ഓർത്തുവെച്ച് അത് തിരികെ നൽകാൻ കാണിച്ച ആ മനുഷ്യന്റെ മനസ്സ് നമ്മളൊക്കെ കാണേണ്ടത്. അല്ലെങ്കിലും ചില കടങ്ങൾ അങ്ങനെയാണ്. കാലം എത്ര കഴിഞ്ഞാലും തലമുറകൾ മാറിയാലും മനസ്സാക്ഷി അത് കൃത്യമായി സൂക്ഷിച്ചു വെക്കും. നമ്മളത് മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലെ നന്മ അത് നമ്മളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മുഹമ്മദിക്കയ്ക്ക് ആ 500 രൂപയേക്കാൾ വലുത് ആ മനുഷ്യൻ കാണിച്ച വലിയ മനസ്സാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ നന്മയുടെ വെളിച്ചം നിറയ്ക്കുന്നത്. ഈ സംഭവം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് പണമായിക്കൊള്ളട്ടെ, സ്നേഹമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് കൊടുക്കാൻ മടിക്കരുത്. ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലാണെങ്കിലും അത് തിരിച്ചു നൽകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആ അജ്ഞാതനായ മനുഷ്യൻ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവുക വലിയൊരു ആശ്വാസത്തോടെ ആയിരിക്കും. തന്റെ നെഞ്ചിൽ വർഷങ്ങളായി കിടന്ന ഒരു വലിയൊരു ഭാരം എടുത്തു മാറ്റിയ ഫീലിംഗ് ആയിരിക്കും ഇപ്പോൾ അയാൾക്കുള്ളത്. നന്മയുള്ള മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റുമരുന്നതിന്റെ തെളിവാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നുള്ള ഈ ഒരു സംഭവം. മുഹമ്മദിക്കയുടെ മകൾക്കും കുടുംബത്തിനും ഇതൊരു സാധാരണ ഒരു കല്യാണ കവറല്ല, മറിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ ഓർമ്മ.